ആർക്കാ കൊടുത്തത്? BPL-കാർക്ക്. എത്ര കൊടുത്ത്? 13 ലക്ഷം കാർഡ്. കേരളത്തിൽ എത്ര കാർഡുണ്ട്? 65 ലക്ഷം. കൊടുത്തത് 13. ഇടതുപക്ഷ മുന്നണി കൊടുത്തോ? എല്ലാവർക്കും വീടുകളിൽ 2 കിലോ അരി വെച്ച് 35 കിലോ അരി കൊടുത്തില്ലേ? അപ്പൊ ഇതുപോലെ ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു പ്രസ്ഥാനം UDF ഇല്ലാതെ വേറെയുണ്ടോ? എന്ത് പറഞ്ഞ് ജനങ്ങളെ മുമ്പിൽ പോകും? ഇതുപോലെ പട്ടിണിയിലാക്കുന്ന ഒരു ഗവൺമെന്റ് വേറെയുണ്ടോ? ഇപ്പോഴും തീരുമാനിച്ചെന്തറിയോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് 5 വർഷക്കാലത്ത് പാലിന് വില കൂട്ടിയില്ല. ഇപ്പൊ പാലിന് വില കൂട്ടി, വീണ്ടും കൂട്ടാൻ വേണ്ടി പോവുക. ബസ് ചാർജ് 3 തവണ കൂട്ടി. ഇപ്പം 5 രൂപ മിനിമം ചാർജ്. ബസ് മുതലാളി പറയുന്നത് 7 വേണമെന്നാ. സർക്കാർ പറഞ്ഞ് നമുക്ക് പരിഗണിക്കാന്ന. അതിന്റെ അർത്ഥം എന്താ? കൂട്ടാന്ന. ഇലക്ട്രിസിറ്റി ചാർജോ അത് കൂട്ടി, അതോ നല്ലോണം കൂട്ടി. ഇപ്പോഴെന്താ പറയുന്നത്? നിയന്ത്രണമാണ്. നിയന്ത്രണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? പവർ കട്ട്. കട്ട് വൈകുന്നേരമാണോ? അല്ല, രാവിലെയും വൈകുന്നേരവും കട്ട. എന്താ ന്യായം? 5 വർഷക്കാലം കേരളത്തിൽ ഇതുപോലെ ആയിരുന്നില്ലേ? അന്നും പ്രകൃതി കോപിച്ചല്ലോ, നമുക്ക് മഴ കിട്ടാത്ത അവസ്ഥയുണ്ടായിരുന്നല്ലോ, വെള്ളം കുറവായിരുന്നല്ലോ. പക്ഷെ അന്ന് കേരളത്തിൽ ഒരു നിമിഷം പോലും പവർ കട്ടുണ്ടോ? ഇല്ല. എങ്ങനെയാ കട്ട് വന്നിരിക്കുന്നത്? അതാണ് കെടുകാര്യസ്ഥ ഭരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം. കേരളം ഭരിക്കുന്നത് ഭരണാധികാരികൾ എന്ന് പറയുന്നത് കെടുകാര്യസ്ഥ മാത്രം. അവർ ഭരിക്കുന്ന ആർക്ക് വേണ്ടിയാ? ചില താല്പര്യക്കാർക്ക് വേണ്ടി, എവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയല്ല. അവർക്ക് ജനങ്ങളെ വേണം. എപ്പോ? 5 വർഷത്തിൽ ഒരിക്കൽ. എന്തിനാ? ഒടുക്കത്തെ കുത്തല. അതിലോ 5 കൊല്ലം വരെ കുത്ത. 5 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ വരുമ്പം ഇതൊക്കെ പറയും. എന്താ പറയാ? 1 രൂപ അരി കൊടുക്കുക. അരി കിട്ടോ? ഇല്ല. പാവങ്ങൾക്കോ ഒന്നുമില്ല. ഓന്റെ ഏർപ്പാടോ ജനങ്ങളെ വഞ്ചിക്കല. ഇതല്ലേ അനുഭവം നമ്മുടെ മുമ്പിലില്ലേ? അത് മാത്രമാണോ? ഞാനിപ്പോ മലപ്പുറത്തിൽ നിൽക്കുന്നത്. നമ്മൾ ഈ മലപ്പുറം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇവിടെ മിക്കവാറും ഒരു വീട്ടിൽ ഒരു ചെറുപ്പക്കാരൻ വിദേശത്താണ്. അവന്റെ യൗവനം മുഴുവൻ വിദേശത്താണ്. അവൻ പാടുപെട്ട് പോയി മണലാരണ്യത്തിൽ പോയി ചോര നീരാക്കി വീട്ട് പണയക്കുക അല്ലേ? അവിടെ പോയ കൊടുക്കറിയാം നിങ്ങൾക്ക് ഗൾഫിൽ അവരെത്ര പാടുപെട്ട് അവിടെ പണിയെടുക്കുന്നത്. ഗൾഫിലെല്ലാം യൂസഫ് അലിമാരാണോ ഗൾഫിലുള്ളത്? പാവപ്പെട്ട ആളുകൾ മഹാഭൂരിപക്ഷവും. ഗൾഫിൽ പോയി ജോലി ചെയ്യുന്ന മഹാഭൂരിപക്ഷം ആളുകളും പാവപ്പെട്ടവരാണ്. അവര് ചോര നീരാക്കി കുടുംബത്തെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും നാട്ടിലേക്ക് പണയക്കും. എന്നിട്ടോ 1 വർഷത്തിൽ വരും. എപ്പോഴ്? നോമ്പ് കാലത്ത്. അപ്പോഴേക്ക് ഒടുക്കത്തെ കാശ് ഇവന്റെ വിമാനക്കാശ്. വിമാനത്തിലത്തെ ചാർജ് ലോകത്തിൽ ഒരിടത്തുല്ലാതെ ചാർജല്ലേ കേരളത്തിൽ വാങ്ങുന്നത്. ആരാ വാങ്ങുന്നത്? എയർ ഇന്ത്യ. എയർ ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ധരിക്കുന്നത് വേറെ ഏതോ കമ്പനിക്കാരാണെന്നാ. ഇന്ത്യ ഗവൺമെന്റ് കീഴിലുള്ള വിമാന സർവീസ് എയർ ഇന്ത്യ. ഇന്ത്യ ഗവൺമെന്റ് കീഴില്ല. എയർ ഇന്ത്യ വാങ്ങുന്ന കാശ് എത്രയാ? ഇവിടുന്ന് ഗൾഫിലേക്ക് പോകാൻ 4 മണിക്കൂർ വിമാനത്തിൽ മതിയല്ലേ? 16 മണിക്കൂർ വേണം നിങ്ങൾക്ക് ലണ്ടനിൽ പോകാൻ. ലണ്ടനിൽ പോകാൻ കാശ് എത്രയാണെന്നറിയോ? 18,000. ഇവിടെയോ 22. 3.5 മണിക്കൂർ യാത്രയാണ് 22. 4 മണിക്കൂർ. കരിഞ്ചതല്ലേ ഇത് തട്ടിപ്പല്ലേ? ഗൾഫിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ ചെറുപ്പക്കാർ, പാവപ്പെട്ട ചെറുപ്പക്കാർ നാട്ടിൽ വന്ന് തിരിച്ചു പോകാൻ കഴിയുന്നുണ്ടോ? എന്താ ഗവൺമെന്റ് പറയുന്നത്? മുഖ്യമന്ത്രി പറഞ്ഞു ഞാൻ കത്തെഴുതാൻ പോവാ. എന്താ പ്രണയലേഖന? ആർക്കാ കത്തെഴുതുന്നത്? പ്രധാനമന്ത്രിക്ക്. അപ്പോഴ് ഒരു കേന്ദ്രമന്ത്രി വന്നു. മന്ത്രിയോ പ്രവാസി മന്ത്രിയാണ്, പേര് വയലാർ രവി. അയാൾ പറഞ്ഞു ഞാനും കത്തെഴുതും. ആർക്ക്? പ്രധാനമന്ത്രിക്ക്. എന്തിനാ മിസ്റ്റർ വയലാർ രവി കത്തെഴുതുന്നത്? കേരളത്തിലെ മുഖ്യമന്ത്രിയും വയലാർ രവിയും ഇവിടുത്തെ മന്ത്രിയായ ഇ അഹമ്മദും പോയി പ്രധാനമന്ത്രിയുടെ മുമ്പിൽ പോയി കുത്തിയിരിക്ക്. 1 മണിക്കൂർ കുത്തിയിരുന്നാൽ ഗൾഫ് വിമാനത്തിലെ ചാർജ് 8,000 രൂപയായി കുറയ്ക്കാം. കുത്തിയിരിക്കോ? അത് പറയാനല്ല തന്റെ ഇടം കോൺഗ്രസിനുണ്ടോ, ലീഗിനുണ്ടോ, UDF-നുണ്ടോ? എന്നോട് ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ പറയാ അവന് ഗൾഫിൽ പോകാൻ വേറെ വഴിയില്ല. അവൻ പറയുന്നെന്താ? ബോംബെ പോയി ഞാൻ പോവാൻ വേണ്ടി പോവുക. ഇവിടെ എത്രയാ? 22,000. ബോംബെ പോയാൽ 8,000. ഗോവയിൽ പോയാൽ 8,000. എന്ത് ചതിയാണിത്? കൊടും ചതിയല്ലിത്. കേരളത്തോട് മാത്രമുള്ള ചതിയല്ലിത്. എയർ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ. കേരളത്തിലാണെങ്കിലോ
ഇവിടെ നമുക്ക് കരിപ്പൂർ വിമാനത്താവളം, അവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പോകേണ്ടത്. പിന്നെ കൊച്ചിയുണ്ട്, പിന്നെ തിരുവനന്തപുരം ഉണ്ട്. ഈ 3 വിമാനത്താവളത്ത് 3 ഇരട്ടി വലിയ. മറ്റു സ്ഥലത്തോ ചെന്നൈയിൽ എത്ര കാശില്ലല്ലോ, ഗോവയിൽ എത്ര കാശില്ലല്ലോ, ബോംബെയിൽ എത്ര കാശില്ലല്ലോ, മംഗലാപുരത്ത് എത്ര കാശില്ലല്ലോ, ബാംഗ്ലൂരിന്റെ പകുതിയില്ലല്ലോ. എന്തിനു വേണ്ടി കേരളത്തിലെ പാവപ്പെട്ട ചെറുപ്പക്കാരെ, ഗൾഫിൽ പോകുന്ന ചെറുപ്പക്കാരെ പിടിയാൻ വേണ്ടി ഇന്ത്യൻ ഭരണാധികാരികൾ ശ്രമിക്കുമ്പോൾ അതിന് കൂട്ടുനിൽക്കുന്ന ഭരണാധികാരികൾ അവർ കേരളം ഭരിക്കുന്നു. അവരാ സമാധാനം പറയേണ്ട കാര്യം. ഇത് മാത്രമല്ലോ, നമ്മുടെ നാട്ടിലെ പൊതുപ്രശ്നങ്ങൾ എന്താ നിലപാട്? പൊതുപ്രശ്നങ്ങൾ എന്താ നിലപാട്? നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞു ഇതാ ഒന്നും ചെയ്തില്ലേ എന്താ? ഇവിടെ എമർജിങ് കേരള പണ്ട് പറഞ്ഞ് ജിമ്മാണ്, ജിമ്മ് ഗുമ്മാക്കി. ലോകത്തിന് എല്ലാ ഭാഗത്തും ആള് വന്നോക്കൊക്കെ ഡാൻസ് കാണുന്നു. ഡാൻസിന് വസ്ത്രം പാടില്ല, അതോ നിർബന്ധ, അതുകൊണ്ടോ ഡാൻസ് നടത്തി. ഒരുപാട് പൈസ വരും പറഞ്ഞു. വന്നത് ഒരു തുണിക്കട, മറ്റൊന്നും കിട്ടിയില്ല. ഇപ്പൊ പറയുന്ന ഒരുപാട് പണം വരുന്നു. എവിടെയാ എമർജിങ് കേരളയിൽ എന്താ ഉണ്ടായത്? ഇവിടെ പറഞ്ഞു, മുഖ്യമന്ത്രി പറഞ്ഞു വന്നിരിക്കുന്നിടത്ത് വിദേശി. എത്രയാ ചെലവാക്കുന്നത്? 2000 കോടി. ഏതാ കമ്പനി? ഫോക്സ് വാഗൻ. അവരിവിടെ വന്നാൽ 2000 കോടി എന്നവർ 2 ലക്ഷം കോടിയാവും. ആരാ പറഞ്ഞത്? മുഖ്യമന്ത്രി. അടുത്ത ദിവസം ഫോക്സ് വാഗനുമായി ബന്ധപ്പെട്ട് ആര്? പത്രക്കാര്. ഓർ പറഞ്ഞ് നമ്മൾ അറിഞ്ഞിട്ടേയില്ല, കേരളത്തിൽ നമ്മൾ വന്നിട്ടില്ല. ഇവിടെ വരാതെ പിന്നെ ആരാ വന്നിരിക്കുന്നത്? ആര് വന്ന്? ഏതോ ചില ചെറുപ്പക്കാരെ കൊണ്ടുപോയി കോട്ടും സ്യൂട്ടും വാടകയ്ക്ക് വാങ്ങി ഇട്ടുകൊടുത്ത് അവനെ കൊണ്ടുവന്ന് 4500 ആൾ വന്നു എന്ന് പറഞ്ഞ് 4500 ആളെ പേര് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ വികസിക്കാൻ പോകുന്നത്. എന്താ വികസിച്ചിരിക്കുന്നത്? 4000